ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. CID മൂസ സിനിമയിലെ ഒരു ഡയലോഗാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ക്യാപ്റ്റൻ രാജു പറയുന്ന ഒരു ഡയലോഗുണ്ട്, വണ്ടി തള്ളാൻ ഒരു തിണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഭാരമുള്ള ഒരു തടി വളരെ ലാഘവത്തോടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പിടിവണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വാഹനം നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്: 1 3/4 ഇഞ്ച് പൈപ്പ് 3 എണ്ണം, ടാറ്റ ഏസിൻ്റെ ടയർ 2 എണ്ണം, മാരുതി ഓമ്നിയുടെ 2 ഹബ്ബ്, ഒരു 5 അടി നീളം ചെയിൻ, 12 mm ഒരു റൗണ്ട് 5 അടി നീളം. ഇത്രയും മതി. ഇതാണ് പിടിവണ്ടി. ഇത് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തി. ഇനി ഇത് നിർമ്മിക്കുന്ന രീതികൾ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ടാറ്റ ഏസിൻ്റെ ടയറാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ആക്സിലിൻ്റെ നീളം 8 ഇഞ്ചും അത് 1/4 ഇഞ്ച് ഷാഫ്റ്റാണ്. അത് ലേറ്റിൽ കൊടുത്ത് ബെയറിംഗ് സൂട്ടാക്കി സെറ്റ് ചെയ്തിരിക്കുന്ന 8 ഇഞ്ച് നീളത്തിൽ 1/4 ഇഞ്ച് റാഡയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ 3 പൈപ്പ് ഫില്ല് ചെയ്ത് 15 ഇഞ്ച് ഹൈറ്റിൽ ട്രയാങ്കിൾ ഡിസൈനിൽ പണിതിരിക്കുകയാണ്. 3/4 ഇഞ്ച് 3 പൈപ്പ് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ടും. അപ്പോൾ ടാറ്റ ഏസിൻ്റെ ടയറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ടയർ റെഡ് തീർന്നാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പോരായികയായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ചെയിൻ 5 അടി നീളമുള്ള 6 mm ചെയിനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചെയിൻ 1/4 ഇഞ്ച് ആംഗ്ലർ ഗാഡി വെട്ടി ചെയിൻ ഇങ്ങനെ ലൂക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ 3/4 ഇഞ്ച് പൈപ്പ്. ഇങ്ങനെ ഒരു കനോപ്പി ഡിസൈനിൽ ഇച്ചിരി ലോഡ് വഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത് 5.5 അടിയാണ്. ഇതിൻ്റെ നീളം 4 അടി. ഇതിൻ്റെ നീളം 4 അടിയാണ്. അപ്പം ഈ വാഹനം ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് കൂടുതലും ഉപകാരപ്പെടുന്നത് തടിക്കച്ചവടക്കാർക്കും ഷോമില്ല് പ്രവർത്തിപ്പിക്കുന്നതുമാണ്.
50 ഇഞ്ച് വണ്ണവും 7 അടി നീളവുമുള്ള തടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നൂറിഞ്ച് വണ്ണമുള്ള തടി വഹിച്ചുകൊണ്ട് പോകുവാൻ മഹേന്ദ്ര ജീപ്പിൻ്റെ ടയർ ഉപയോഗിക്കണം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പിടിവണ്ടിയിൽ 60 ഇഞ്ച് വരെയുള്ള തടിയെ വഹിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അറുപത് ഇഞ്ച് വണ്ണവും 15 അടി നീളവുമുള്ള തടിയാണ് ഞാൻ ഇപ്പോൾ എടുക്കുവാൻ പോകുന്നത്. ഏഴടി മുതൽ 8 അടി വരെ നീളമുള്ള തടി ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിനു മുകളിൽ നീളമുള്ള തടിയിൽ പൊക്കണമെങ്കിൽ ഒരു സഹായിയുടെ ആവശ്യം വരും.
സഹായി ഇല്ലാത്ത സാഹചര്യത്തിൽ തടിയുടെ ഒരു അറ്റത്ത് ചെയിൻ വെച്ച് പൊക്കി കട്ടത്തടി വെച്ച് പൊക്കിയതിന് ശേഷം തടിയുടെ മധ്യഭാഗത്ത് കൊണ്ടുപോയി ചെയിൻ സെറ്റ് ചെയ്ത് അതിനിസ്സാരമായി പൊക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ നല്ല മഴ പെയ്തതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുവാൻ പറ്റിയില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. നാൽപ്പത് അടി നീളമുള്ള കോൽത്തടി വഹിച്ചുകൊണ്ട് പോകണമെങ്കിൽ തടിയുടെ രണ്ടറ്റത്തും ഈ പിടിവണ്ടി സെറ്റ് ചെയ്താൽ അനായാസം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒത്തിരി തെറ്റുകുറ്റങ്ങൾ കാണുമായിരിക്കും. സാദരം ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ ഈ വാഹനം ആവശ്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.